വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. എടോ, നിങ്ങളുടെ എവിടെയായിരുന്നു ആ ഫ്ലക്സ് വെക്കല്? അതേടാ, പക്ഷെ നിന്നാരെ തെണ്ടി LP സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ ബോർഡ് ഉണ്ടാക്കാൻ പറഞ്ഞേ? ഞാൻ ടീച്ചർ മാഷ്ക്കും അവർക്കും ഒന്നാവണ്ടേ, അങ്ങനെ വെച്ചതാ. അതേടാ, ടീച്ചറും മാഷ്മാരും മാത്രമല്ല, പോലീസും കോടതിയും ഒക്കെ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുക്കും കൊച്ചിനെ തട്ടി കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ട്. ഈ കാലിലേയും കൊണ്ട് ജീവിക്കാൻ പറ്റാണ്ട്. എടോ, ഞാൻ നിങ്ങൾക്കൊരു കച്ചവടം കിട്ടാൻ വേണ്ടി ചെയ്തതല്ലേ. നമുക്ക് ആ കൊച്ചിനോട് സംസാരിച്ചു നോക്കിയാലോ? സംസാരിക്കും. എന്നിട്ടുണ്ടല്ലോ 2 വീലെ തോമസ് ഫിലിപ്പിനെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ കുഞ്ഞു കൊച്ചിനോട്. എടോ, നെഗറ്റീവ് പഠിപ്പിക്കല്ലേ. ഈ കൊച്ചുമാരോട് സംസാരിക്കാൻ ഒരു നേക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്നെ കണ്ട് പഠിച്ചോ. മോളെ, മോളെന്താ ഇവിടെ? പ്രേമിത മാമനെ കാണാൻ വന്നതാ. നിങ്ങളെ കാണാനാ? നിങ്ങളെ സംസാരിക്ക്. മോളെ ഒറ്റയ്ക്കാണ് അങ്ങോട്ട് വന്നത്? ഒറ്റക്കല്ല, ചേച്ചി, അമ്മ, അമ്മാമ്മ, അമ്മൂമ്മ എല്ലാവരും ഉണ്ട്. പുറത്ത്. ഞാൻ പോയി നോക്കിട്ടോ. മാമന് വേണോ? മാമ വെള്ളം കുടിച്ചോളാം. ഓക്കെ. പ്രേമോ, ഒരു പെൺപടാനെ വരുന്നുണ്ട് കേട്ടോ. നിന്റെ ബന്ധുക്കളൊന്നും അല്ല. ഏയ്, എനിക്കതാ ബന്ധുക്കള്. നോക്കിട്ടാ. ഓൾ ദ ബെസ്റ്റ്. എവിടെയായിരുന്നു? ആ പ്രൊഫസറെ സുഖല്ലേ? സുഖം. കേറുവാ മക്കളെ. ഹായ്, എൻ്റെ പേര് ജാനകി. ഇതെൻ്റെ മകൾ ഗൗരി. ഇത് അവളുടെ മകൾ കാവേരി. ഇതെൻ്റെ ഇളയ മകളുടെ മകൾ കാവ്യ. ഇത് പിന്നെ നമ്മുടെ കിങ്ങിണി, നിങ്ങൾക്കറിയാലോ. ഹായ്. അല്ല, അതല്ല, അതൊക്കെ പോട്ടെ, വന്നാരം പറ. ഞങ്ങളൊരു കല്യാണാലോചനയായിട്ട് വന്നതാ. ആർക്ക്? എനിക്കോ? എനിക്കതിനുള്ള പ്രായമൊന്നായിട്ടില്ല. അയ്യോ പ്രേമിത മോനെ, അല്ല സാറേ, സാറിനല്ല, എൻ്റെ ഒരു കസിൻ ചേച്ചിയുണ്ട്, അവളുടെ കല്യാണം സെറ്റ് ചെയ്യാൻ വേണ്ടിയാ. മോൻ വിചാരിച്ചെന്നാണ്. അമ്മേ മോൻ വിചാരിക്കും. അതെ അല്ലേ സാറേ? അല്ലേ മാമ? ലുക്ക് ലേഡീസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ബ്രോക്കർ സ്ഥാപനമോ മാരേജ് ബ്യൂറോ അല്ല. പുറത്തൊരു ഫ്ലക്സ് ഇരിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിക്കില്ലോ? ഇല്ല, ശ്രദ്ധിക്കില്ല. പരസ്പരം ഇഷ്ടമുള്ളവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഈ പറഞ്ഞ ആൾക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ അങ്ങോട്ട് കുറ്റിയും പറിച്ച് പോകുന്നത്? എന്നാ ഐ ആം റിയലി സോറി. നിങ്ങൾക്ക് പോവാം. അയ്യോ അങ്ങനെ പറയില്ല സാറേ. അങ്ങനെ പറയും, അതാണ് എൻ്റെ പോളിസി. പറഞ്ഞോക്കാം. ഇവനിതെവിടെ പോയി? നീ ഇതോടെ പോണു? പിന്നെ ഇതെന്തത്? ഒന്നുമില്ല. നിന്ന് ഫാൻസി ഡ്രസ് എടുക്കാൻ പറഞ്ഞു നോക്കണം. ശരി, ദയവായി ക്ഷമിക്കുക. ഞങ്ങളുടെ കമ്പനി പോളിസി അനുസരിച്ച് നിങ്ങളെ കേസ് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങളൊരു മാരേജ് ബ്യൂറോ ബ്രോക്കർ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുക. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ കുട്ടിക്ക് ഒരു പ്രേമം ഉണ്ടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പൊക്കോളൂട്ടാ. എൻ്റെ പൊന്ന് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സാറേ, നിങ്ങൾ വിചാരിച്ച ആ പെൺകുച്ചിന് ഒരു പ്രേമം സെറ്റ് ചെയ്യാൻ പറ്റില്ലേ? ആ മാരേജ് നടക്കും. ചെന്ന് കയറി കൊടുക്കും. ഒന്നും പറ്റില്ല. ഈ പ്രേമം ഇഷ്ടം എന്നൊക്കെ പറയുന്നത് ഒരാൾക്ക് മാത്രം തോന്നണ്ടല്ലോ, അത് 2 സൈഡിൽ നിന്ന് തോന്നണ്ടല്ലേ? അല്ലേ കുട്ടി? ഇത് ഞാൻ എവിടെയോ. ഹെൽമെറ്റ് ഒന്നും ഇരിക്കേ. ഒന്നും പറ്റില്ല. എന്താ പ്രശ്നം? അയാളോടാ ഹെൽമെറ്റ് ഒന്നും ഇടാൻ പറഞ്ഞേ. അതിനെന്താ ഞാൻ ഒന്നുമില്ല. ഒന്ന് ഊരടോ, ഹെൽമെറ്റ് അല്ലേ, MVD ഒന്നും അല്ലല്ലോ. ഇവൻ ഹെൽമെറ്റ് ഊരി കഴിഞ്ഞാൽ നിങ്ങളോട് പോവോ? അങ്ങനെ അവര് പോകണം. അങ്ങനെ പറഞ്ഞാ പോരെ.
ആരുടെ എനിക്കിവനറിയാവോ? പിന്നെ പറയാം. പിന്നെ പറയാമോ? മൊത്തത്തിൽ സെറ്റപ്പ് ആണല്ലോ. കരളോ വെറുതെ പിടയ്ക്കുന്നിതേ അകമേ പുതുതായി തുടിക്കുന്നിതേ രാവിൽ നീലവായി ഉദിക്കുന്നിതേ പുലരുന്നിവിടെ നമുക്കായിതേ കരളോ വെറുതെ പിടയ്ക്കുന്നിതേ അകമേ പുതുതായി തുടിക്കുന്നിതേ രാവിൽ നീലവായി ഉദിക്കുന്നിതേ പുലരുന്നിവിടെ നമുക്കായിതേ എന്നാലും നിന്നെ സമ്മതിച്ചു. എന്താ ഇങ്ങനെ ഒരു തന്നെ നീ ഇഷ്ടപ്പെട്ടില്ലേ? ഇവരെന്താ കുഴപ്പം? ഞാനൊക്കെ കരുതിയത് ഗോകുലിനെ പോലത്തെ സെറ്റാവുന്ന. എനിക്കൊന്നും വേണ്ട ഗോകുലിനും രാഹുലിനും ഒന്നും. കാവ്യ പാർത്തിന് കുറച്ച് കട്ട് കിട്ടാം. എന്താ സിപ്പൊക്കെ കുടിച്ചോണ്ട് നിന്നെങ്കിലും ഇത് റെഡിയാക്കുമോ? ദേ നിന്റെ ലവൻ വരുന്നുണ്ട്, ഞാൻ പോണു. എന്താടി എന്താ പറയണ്ടെന്ന് പറഞ്ഞേ? അത് സിപ്പി പോയിക്കുന്നോ? പകുതി കഴിച്ചിട്ട് തന്നാ മതി. ഞാൻ പാതിയൊന്നുമില്ല, ഫുള്ള് വരും. കഴിച്ച എന്തേ? ഒന്നുമില്ല. പറയടി കേക്കട്ടെ. അതെ, ആ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? ബെസ്റ്റ്. അഞ്ച് സംശയം ഇഷ്ടമാണ്. താങ്ക്സ്. പോട്ടെ, ടാറ്റ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നീ ഉദ്ദേശിച്ചത് പ്രേമം തന്നെയല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് അത് മറ്റേ തന്നെയാ കേട്ടോ. ക്ലാസ്മേറ്റ്സിലെ താരാ സുഗുനെ പോലെ കാത്തിരുന്ന പെണ്ണല്ലേ ഞാൻ. അയ്യോ, ഉം. ഞാൻ ഉദ്ദേശിച്ചത് വെറും ഇഷ്ടാ. നമുക്ക് വേറെ നമ്മൾ പറയില്ലേ വെറും ഇഷ്ടം. ആ, പണ്ട് സുഷമ ടീച്ചർ പറഞ്ഞിരുന്നല്ലോ ഇഷ്ടത്തിന്റെ പര്യായവാദം പ്രേമമാണെന്ന്. അയ്യോ, ഞാനന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കും. അപ്പൊ നിനക്ക് എന്നോടും പ്രേമമില്ല? അപ്പൊ നമ്മൾ ക്ലാസ്മേറ്റ്സിലെ സുഖവും താരയല്ല? എന്നെ ഒരു സതീശം കഞ്ഞിക്കുഴിയായിട്ട് കാണണം. അത് കറക്റ്റാ, കഞ്ഞിക്കുരി. പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടം. നിനക്കെന്നെ പ്രേമിക്കാമോ? ഈ പ്രേമം പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരാൾക്ക് മാത്രം തോന്നേണ്ട കാര്യമല്ലല്ലോ, അത് രണ്ട് സൈഡിൽ നിന്ന് തോന്നേണ്ട കാര്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിട്ടാ, നല്ലൊരാളെ കിട്ടുക. എന്നാൽ കാവലുത്സവം പോയാലാ? പോടാ പറ്റി. കിട്ടിയില്ലേ? പോവാ. ഐ ഗാട്ട് സം ഡോഗ്. അപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് പറയാന്നുള്ളത് ഇതായിരുന്നു അല്ലേ? ഉം. ഉം. എടാ നിനക്കപ്പോൾ ഇഷ്ടമല്ലായിരുന്നോടാ? ഇഷ്ടമല്ലായിരുന്നോന്നോ? ഒരു പെണ്ണിങ്ങോട്ടൊന്നും ഇഷ്ടമെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ യെസ് പറയില്ലേ? നിങ്ങളങ്ങ് പറയില്ലേ? ഞാൻ പറയും. അല്ല പിന്നെ എന്താ പ്രശ്നം? കുറച്ച് ബിൽഡപ്പ് കൊടുക്കാൻ നോക്കിയതാ. എന്നിട്ട് പിറ്റേ ദിവസം അവള് സ്കൂളും നാടൊക്കെ ഇട്ടുപോയി. മൂഞ്ചി പിന്നെ കാണണ. സാബാഷ്. എടാ എന്തായാലും നിന്റെ കാമുകി അല്ല എക്സ്. അങ്ങനെ പറയല്ലേ? അങ്ങനെ പറയൂ. നിന്റെ എക്സിനെ കുടുംബക്കാരെയും നീ തന്നെ ഇവിടുന്ന് ഒഴിവാക്കണം. ഞാനോ? ഞാൻ പുറത്തു പോയി തിരിച്ചു വരുമ്പോ അവരിവിടെ കണ്ട നിന്നെ ഇവിടെ കാണില്ല, നിന്നെ ഡിലീറ്റ് കളയും. മനസ്സിലായോ?
ഇറങ്ങടാ റൂമിൽ നിന്ന് പോടാ പോ പോടാ. അവൻ്റെ ഒരു തൊലിഞ്ഞ പ്രേമവും. ഞങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരുപാട് ബ്രാഞ്ച് ഇല്ലെങ്കിലും ഒറ്റ ബ്രാഞ്ച് ഉള്ളൂ. പിന്നെ ഞങ്ങളിപ്പം ഓഫീസൊക്കെ 9 മണിക്ക് തുറക്കും. ഓഫീസ് ഈ വീട് തന്നെയാണ്. ഇതേ ആള് വരുന്നുണ്ട്, ഒന്ന് സംസാരിച്ചു. മോനെ പ്രേമിത മോനെ എന്തായി? അമ്മൂമ്മയും മോളും കൊച്ചുമോളും എല്ലാരും കൂടി പാത്തൻ സാറിനോട് സംസാരിക്കും. പുള്ളിയാകുമ്പോ ഈ കേസൊക്കെ സെറ്റ് ചെയ്ത് തരും. 8 വർഷത്തെ പ്രേമല്ലേ, സൂപ്പറാ, സംസാരിക്കും. ശരി എന്നാ വരുമ്പോ കാണരുതേ. ബൈ. പോസ്റ്റാണല്ലോ, എന്തെങ്കിലും ഒന്ന് വന്നാതിരുന്നു പൊക്കണം. എന്നാലും എത്ര ദിവസമായി. ഹായ്, അവൻ അവനല്ലേ? ഇത് അവൻ തന്നെയല്ലേ? ഉറപ്പല്ലേ? സമയം തേടാ. ആറ്റിറ്റ്യൂഡാണ്. എടാ, ഈ ഫ്ലാറ്റ് കൊടുക്കാൻ പാളിട്ടോ. എന്തിനോട്ട് എന്താ അവരിപ്പൊ തന്നെ പറഞ്ഞൂടാ പോരെ? അതല്ലടാ, എന്നെ കുറച്ചേരം ഓടിക്കണ്ട്. എന്താ സീൻ? ആര്? ചിലപ്പോ 90ാമത്തെ കേസിലെ ആൾക്കാരായിരിക്കും. അതെനിക്ക് അറിയാൻ പറഞ്ഞ. ഒന്നും നോക്കണ്ട, ഓടിക്കോ. ഓക്കെ. പള്ളിക്കൂട കാലം തൊട്ടേ നെഞ്ചാകെ നീയല്ലേ, ഈ ഗ്രാമത്തിൻ ശ്രീദേവി നീ, പൂജിക്കാൻ ലാളിക്കാൻ പൂജാരി ഞാനില്ലേ. എങ്കിലും ചന്ദ്രിക